എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞെത്തിയ LDF സർക്കാരിൽ നിന്നും കേരളക്കര ഏറെ ഉറ്റുനോക്കിയ തീരുമാനമായിരുന്നു പുതിയ മദ്യനയം. UDFന്റെ നയം തിരുത്തി ജൂൺ 8-ന് മുഖ്യമന്ത്രി ഇടതു സർക്കാരിന്റെ മദ്യനയം പ്രഖ്യാപിച്ചു. ഈ നയമാണ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നത്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ബാർ സൗകര്യം ഇനി 3 സ്റ്റാർ വരെയുള്ള ഹോട്ടലുകളിലും കിട്ടുമെന്നതാണ് നയമാറ്റത്തിന്റെ പ്രധാന കാതൽ. സ്റ്റാഫുകളൊക്കെ എല്ലാം മുമ്പ് പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കുകയാണ്. നിലവിൽ 20ഓളം 5 സ്റ്റാർ ബാറുകൾ മാത്രമാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. മദ്യനയത്തിന്റെ ഭാഗമായി ഇതുവരെ ലൈസൻസ് പുതുക്കി കിട്ടിയ 60 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ കൂടിയാകുമ്പോൾ 80ഓളം ബാറുകളാണ് ഇനി മുതൽ മദ്യം വിളമ്പുക. 1-ാം തീയതിയായ ഇന്ന് ഡ്രൈഡേ ആയതുകൊണ്ട് ബാറുകൾ തുറക്കാൻ ഞായറാഴ്ചയാകുമെന്ന് മാത്രം. നയംമാറ്റത്തെ തുടർന്ന് 72 ഹോട്ടലുകളാണ് ലൈസൻസ് പുതുക്കി കിട്ടാനായി സർക്കാരിനെ സമീപിച്ചത്. അതിൽ നിന്നുമാണ് 60 എണ്ണത്തിന് ഇതുവരെ അനുവാദം നൽകിയിരിക്കുന്നത്. ഇനിയും ലൈസൻസിനായി അപേക്ഷകൾ വന്നേക്കും. അതേസമയം ലൈസൻസ് ലഭിച്ചതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ സംസ്ഥാനത്തെ പല ബാറുകളിലും മദ്യവിൽപ്പന തുടങ്ങി. ബീവറേജ് പോയി ക്യൂ നിൽക്കണ്ട, അത്യാവശ്യക്കാരന് വേണം, കഴിക്കുന്നവൻ കഴിക്കട്ടെ. ബാർ തുറന്ന് നല്ല സന്തോഷമാണ്. പിണറായി വിജയൻ നല്ല സന്തോഷമാണ് കാണിച്ചത്. 3 സ്റ്റാർ മുതലുള്ള ഹോട്ടലുകളിൽ കള്ളുവിൽപ്പനയ്ക്ക് അനുമതി നൽകുന്നതാണ് പുതിയ മദ്യനയത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ്. കള്ളുവിൽപ്പനയ്ക്കായി അപേക്ഷ സമർപ്പിച്ച 2528 ലൈസൻസുകളിൽ 2112-നും അനുമതി ലഭിച്ചിട്ടുണ്ട്. മിഥുൻ സുധാകരൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.